ടാഡേ, ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയുടെ ഷേപ്പ് ഇച്ചിരി ഇതായിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഞങ്ങൾ വാഴയില വെച്ചു. അപ്പോൾ ഒഴുകി പോകാനുള്ള ചാൻസ് ഇച്ചിരി ഒഴുകിപ്പോയി ഇച്ചിരി. പിന്നെ നമുക്ക് സാമ്പാറുണ്ട്, നല്ല കുറിയ സാമ്പാർ. ഇങ്ങനെ മാക്സിമം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്നിയുണ്ട്, അത് മിൻറ്റ് വെച്ചിട്ട് മിൻറ്റും തേങ്ങയും കൂടെയുള്ള ചട്നിയാണ്. ഇഡ്ഡലി, സാമ്പാർ. കുറച്ച് ഒഴിച്ചോട്ടെ? നല്ല കഷ്ണമുണ്ട്. പിന്നെ നമ്മുടെ മിൻറ്റ് ചട്നി. ഞാൻ ആദ്യമായിട്ടാണ് ഈ മിൻറ്റ് ചട്നി ഉണ്ടാക്കുന്നത്. സോറി. നമ്മളങ്ങനെ എപ്പോഴും ഒന്നും ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാറില്ല. ശനി ഓഫ് ഡേ ഒക്കെ ആകുമ്പോൾ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി കഴിക്കുമല്ലേ? കഴിച്ചിട്ട് എനിക്ക് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ മറ്റേ അരിപ്പൊടി വെച്ചിട്ട് എത്തവണ ഉണ്ടാക്കി. ആക്ച്വലി നമുക്ക് ഇരിക്കാനുള്ള ക്ഷമയില്ല. അതിന് നമ്മള് ടേസ്റ്റ് നോക്കുക. ഇഷ്ടപ്പെട്ടോ? നല്ല സോഫ്റ്റ്. ഈ വാഴയിലയിൽ ഇഡലി വെച്ചോണ്ട് എന്തെങ്കിലും പ്രത്യേക ടേസ്റ്റ് വല്ല വ്യത്യാസം ഉണ്ടോ? അതോ ഉണ്ടോ അറിയുന്നില്ലല്ലേ. വാഴയില സ്മെല്ലുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടത്. അത് അവർ പക്ഷെ കുമ്പിള് കുത്തിയിട്ടാണ് അതിനകത്ത് ഇഡലിയുടെ മാവ് ഒഴിക്കുന്നത്. ഈ വെയിൽ ആക്ച്വലി ഒരു മഴയ്ക്ക് ശേഷം ഇപ്പോൾ ഉണ്ടായ വെയിലാണ് കണ്ടോ. എല്ലാം നനഞ്ഞു കിടക്കുവാണ്. ബോണി ഇതേ നമ്മുടെ റാഡിഷ് വലുതായിട്ടുണ്ട്. റാഡിഷ് എടുക്കാൻ പോയേക്കുമായിരുന്നു. റാഡിഷ് നമ്മളിങ്ങനെ പാത്രത്തിലാണ് നട്ടിരുന്നത്. ഇതിപ്പോൾ അതേ റാഡിഷ് ആയിട്ടുണ്ട്. പറിക്കാനുള്ള സമയമായത്. കണ്ടോ നല്ല ഇതാണ്. ഇതെന്തോ കിളി എന്തോ കൊത്തി, പക്ഷെ അതേ കിളി കൊത്താത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതങ്ങ് പറിക്കാനുള്ള സമയമായി. ഇതിൻ്റെ നമ്മൾ ആദ്യമായിട്ടാണ് റാഡിഷ് നടുന്നത് തന്നെ. വേറെയുണ്ട്. കിളി കൊത്തിയിട്ടുണ്ട് ഓർമ്മത്തിലൊക്കെ. ഒരു വലുതൊരെണ്ണമുണ്ട്. വലുതോ? നോക്കട്ടെ. അത് വല്ലാത്തൊരു വലുതായി പോയി. എന്തായിരിക്കും അല്ലേ? അങ്ങോട്ടൊക്കെ നല്ല കാണുമ്പോ ഭയങ്കര വലുതാണ്. ഇലയൊക്കെ മതിയാക്കി വളർന്നൊക്കെ ചെയ്ത് അറിയത്തില്ല. ഇതെന്തോ കിളി വന്ന് കൊത്തിയതെന്ന് തോന്നുന്നു. കിളികൾക്കും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? അതെ അതെ അതെ. ഇതാണ് നമുക്ക് ഇത്തവണ കിട്ടിയ റാഡിഷ്. ഇത്രേ ഉള്ളല്ലേ? ഹാപ്പിയാണോ മോൻസെ? പിന്നെ ആദ്യമായിട്ടിപ്പോ റാഡിഷ് നട്ടില്ല എന്നുള്ള വിഷമം അറിയാലോ. റാഡിഷ് നട്ടിട്ടില്ലായിരുന്നു. റാഡിഷ് നട്ടു. ചിലതൊക്കെ ഇത്രയൊക്കെ ഉള്ളു മോൻസെ. ഞാൻ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. അതൊക്കെ വളരെ ചെറുതാണ്. ഇതുപോലൊക്കെ തന്നെയാ. നമ്മൾ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ നമുക്ക് എല്ലാം പിക്കിലിട്ട് വയ്ക്കാം. ഇവിടെ എനിക്ക് തണലടിച്ചിട്ടേ അത്ര അതുകൊണ്ടായിരിക്കും ഇത് വലുതാകത്ത. മറ്റേ വെച്ച് നോക്കുമ്പോ നമ്മളെല്ലാം ഒരുമിച്ച് നട്ടതല്ലേ. മറ്റേ വെച്ച് നോക്കുമ്പോ ഇതറിയാൻ മറന്നിട്ടില്ല. എനിക്ക് വെയിലടിക്കാത്തതിന്റെ കൊണ്ടായിരിക്കാം. വലിയൊരു മഴ പെയ്തിട്ട് വെയിൽ വന്നു.
സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതെ, ആലിപ്പഴം വീഴുന്നുണ്ട്. വാവ്, എവിടേക്ക് വീട് തുടങ്ങി. സൗത്ത് ഐലൻഡിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സ്റ്റോറി കിട്ടുമ്പോൾ ഞാൻ വെച്ച് ഇവിടെ എന്താ വീഴാത്തത്, ഇവിടെ വീട് തുടങ്ങി എന്തോ. ആലിപ്പഴം വീഴുന്നു. ഇവിടെ എന്താ വീട് കേട്ടോ. ആലിപ്പഴം വീണ്. ഇതാണ്, അധികമൊന്നും വീഴുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ, കഴിഞ്ഞ വർഷമെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് ആലിപ്പഴം ഇങ്ങോട്ട് വരെ വീണായിരുന്നു. ഇവിടെ എല്ലാം ഈ ഡെക്കിലൊക്കെ വീണായിരുന്നു. മേ ബി വീട് നോക്കിയിരിക്കാം. നമ്മുടെ മീനുട്ടി ദേവരോട് നിൽക്കുന്നത്. ഇവർ മറ്റേ ഈ ഷീറ്റിൻ്റെ പുറത്ത് എന്തോ വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഒരു കുരയ്ക്കുന്ന കേട്ടപ്പോഴാണ് ഞാൻ പുറത്തോട്ട് വന്നു പോലും. മീൻറ്റേ, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞാനും വരുന്നേ. വീഴുന്നുണ്ട് ആലിപ്പഴം, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വീഴുന്നില്ല.